പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ആക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവ് തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ വചനത്താൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഭൂമിയെ വചനത്താൽ സൃഷ്ടിച്ചുവെങ്കിലും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും സകലവും ഉളവായി എന്ന് വചനത്തിൽ കാണാം. നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് ശാസ്ത്രത്തിലും വെള്ളത്തിൽ നിന്ന് ഉൽപാദിതമായി എന്ന നിലയിൽ പലതരത്തിലുള്ള അറിവുകൾ പകരപ്പെടുമ്പോൾ ദൈവവചനം അതിനെ ഉറപ്പിക്കുന്നു. അതായത് ദൈവവചനത്തെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിൽ ഉറപ്പിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതായത് വചനത്താലും വചനത്തിൽ നിന്നും എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയും. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആഴത്തിന് മീതെ ഉണ്ടായിരുന്ന ഇരുട്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി എന്ന് വചനത്തില് നമ്മൾ 2 പത്രോസ് 3:5 കാണുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമിയെ നശിപ്പിക്കാനായിട്ടുള്ള പിശാചിന്റെ പദ്ധതിയെ ദൈവം അനുവദിച്ചില്ല. പക്ഷെ എന്നാൽ ഓർഡർലെസ് ആയി. എന്നാൽ ഓർഡർലെസ് ആയ ഭൂമിയെ അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഭൂമി ക്രമമില്ലാതെയും ശൂന്യമായി വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ക്രമമില്ലായ്മ ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ആ ഭൂമിയെ നശിപ്പിക്കാൻ പിശാചിന് പറ്റിയില്ല, പക്ഷെ അതിന്റെ ക്രമത്തെ ഇല്ലാതാക്കാനായിട്ട് പറ്റി. അപ്പൊ നമുക്കത് 2 സമൂഹത്തിന്റെ പുസ്തകം 22-ാം അധ്യായത്തില് നമുക്കത് വായിക്കാനായിട്ട് കഴിയും. അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽക്കീഴുണ്ടായിരുന്നു. അപ്പം ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഇരുളെന്ന് പറയുന്നത് എവിടെയാണ്? അവന്റെ കാൽക്കീഴിലായിരുന്നു ഇരുട്ട്. എന്നാൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട്, അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി. അപ്പൊ അന്ധകാരത്തെ അവന് ചുറ്റും മണ്ഡപമാക്കി. അന്ധകാരത്തിന്റെ അകത്ത്, അതായത് ആർക്കും കാണാൻ കഴിയാത്തടത്ത് വസിക്കുന്നവനായത് അന്ധകാരത്തെ അവന്റെ മണ്ഡപമാക്കി, അവന്റെ ഇരിപ്പിടമാക്കി. എന്നിട്ട് എഴുതിയിരിക്കുന്ന ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ, ജലാശയം സമുദ്രത്തെ, വെള്ളത്തിന്റെ സ്ഥലത്തെ അവന്റെ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അതിനെയും കൂടെ അതിന്റെ ചുറ്റും മണ്ഡപമാക്കി. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതിനെല്ലാം ഉള്ളില് ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ വെളിച്ചം ഉണ്ടായിരുന്നു. എന്നാൽ അകത്തുണ്ടായിരുന്ന വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉള്ളിൽ മറഞ്ഞിരുന്ന വെളിച്ചം പുറമെ പ്രകാശിക്കാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ, ഇത് ഭൂമിയുടെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ, അല്ലെങ്കിൽ 1-ാം വാക്യം മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ, നന്നായി എന്ന് ദൈവം കണ്ടു, നന്നായി എന്ന് ദൈവം കണ്ടു, നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ ഏറ്റവും നല്ലത് എന്ന് 6-ാം ദിവസത്തെ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ പറയുമ്പോൾ 31-ാം വാക്യം, അതായത് 1-ാം വാക്യം ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് ആരംഭിക്കുകയും 2-ാം വാക്യം ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് 2-ാം വാക്യത്തിൽ പറയുമ്പോൾ 31-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. അത്രത്തോളം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുന്നു എന്നാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആദിയിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി, ആ ഭൂമിയിൽ അത് ദൈവശാസ്ത്രത്തിലും പണ്ഡിതന്മാർ പറയുന്നത് ആദിയിൽ ഉള്ള സൃഷ്ടിക്കും 2-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 3-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന സൃഷ്ടിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിക്കപ്പെട്ടതായ ഭൂമിയിൽ, അതിന്റെ മനോഹരമായ ഭൂമിയുടെ മനോഹാരിത പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും നശിപ്പിക്കാൻ പിശാചിന് പറ്റി. പക്ഷേ
ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ, അതായത് ആഴത്തിന് മീതെ, ഇരുട്ടിന്റെ മീതെ, വെള്ളത്തിന് മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ എപ്പോഴാണോ ഉണ്ടാകട്ടെ എന്ന വചനം പുറപ്പെട്ടത്, ആ വചനത്താൽ അകത്തു മറഞ്ഞിരുന്നത് വെളിപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതൊരു മനുഷ്യന്റെ അവസ്ഥയും കൂടെ, ഓരോ വ്യക്തിയുടെയും അവസ്ഥയാണ്. അതായത് പിശാചിന് ഈ ഭൂമിയെ നശിപ്പിക്കാനായിട്ടുള്ള പിശാചിന്റെ പദ്ധതിയെ ദൈവം തന്റെ ആത്മാവിനാൽ കവർ ചെയ്തതുപോലെ, ഇത് ചെയ്യാൻ കഴിയാതെ പിശാചിനെ തടഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനകത്ത്, കാരണം ലോകത്തില് ആദിയിലുണ്ടായിരുന്ന ഭൂമിയിൽ, അതായത് ആദിയിൽ സൃഷ്ടിച്ച ഭൂമിയിൽ ഒരു കാവൽക്കാരനില്ലാതിരിക്കെ, അതിനെ നയിക്കുന്ന ഒരുവനില്ലാതിരിക്കെ, ദൈവം ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ സൃഷ്ടി പ്രക്രിയയിൽ അതിനെ സൂക്ഷിക്കുവാനായിട്ട്, കാക്കുവാനായിട്ട്, വാഴുവാനായിട്ട് ആദമിനെ ദൈവമാക്കി, ആദമിനെ ഹവ്വയാക്കി. എന്നാൽ ആ മനുഷ്യനെ ഉപായത്താൽ ചതിച്ച് അധികാരം പിശാച് പിടിച്ചെടുത്തപ്പോ, പക്ഷെ പിശാചിന് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ സാധിച്ചില്ല, പൂർണ്ണമായി മനുഷ്യനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതായത് ക്രമം മാറ്റി, ഓർഡർ തെറ്റിച്ചു. അതായത് ആത്മാവ്, ദേഹി, ദേഹം എന്ന നിലയിൽ നിന്ന് ദേഹം, ദേഹി, ആത്മാവ് എന്ന തലത്തിലേക്ക് മാറ്റി. ആത്മാവിന് പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥലത്തു നിന്ന് ശരീരത്തിന് അല്ലെങ്കിൽ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിലയിലേക്ക് മാറി. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രസക്തി, അവിടെയാണ് യേശുവിന്റെ ക്രൂശിന്റെ പ്രസക്തി. എന്നാൽ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണ പുനരുത്ഥാനം, യേശുവിന്റെ ക്രൂശിലെ മരണത്തിലും പുനരുത്ഥാനത്തിലൂടെ സംഭവിച്ച ഒരു കാര്യം, ആ ഓർഡറിനെ വീണ്ടും റിസ്റ്റോർ ചെയ്യാൻ. അപ്പൊ അവിടെയാണ് വചനമയച്ച്, വചനത്താൽ നമ്മളെ സൃഷ്ടിച്ചു, വചനത്താൽ നമ്മളെ രക്ഷിച്ചു, വചനത്താൽ നമ്മളെ ജനിപ്പിച്ചു, വചനത്താൽ നമ്മളെ വഹിക്കുന്നവൻ എന്നൊക്കെയാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ ഈ വചനത്തിന്റെ പ്രാധാന്യം, പ്രത്യേകതയും അതാണ്. അപ്പൊ നമുക്ക് ഈ ദൈവവചനത്തെ കുറിച്ച് മനസ്സിലാക്കും, വചനത്തിന്റെ ആ ഒരു യഥാർത്ഥ ഭാവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിനകത്ത് പിശാചിന്റെ ഒരു തന്ത്രമാണ് ആത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ മാറ്റി ദേഹത്തിന്, ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ശരീരത്തിന്റെ ഇച്ഛകൾക്ക്, ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ ഇല്ലാതാക്കുക. ആ ഓർഡർ തിരിച്ചു കളയും. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആത്മീകമായ മേഖലയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം പലപ്പോഴും മറ്റു പലതിലേക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത് കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ രണ്ട് കാര്യം പറയുന്നത്, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും. പൂർവ്വകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ആദമിക് ജനറേഷന് മുൻപ്, അതാണ് പൂർവ്വകാലം. എന്നാൽ തലമുറ എന്ന് പറയുന്നത് ആദം മുതലുള്ളതിനാണ് തലമുറകൾ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പം ആദമിന് ശേഷവും ആദമിന് മുമ്പും മറഞ്ഞിരുന്ന രഹസ്യം, അപ്പോൾ ആദിയിൽ മറഞ്ഞിരുന്ന രഹസ്യം എന്താണ്? രഹസ്യം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ്. അപ്പോ ഈ ഭൂമിയിൽ ആഴത്തിനുമേത് ഇരുളുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായി. അതുകൊണ്ട് പിശാചിന് ഭൂമിയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തിന് ഇതേ ആത്മാവിന്റെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ വചനം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന മനോഹാരിത മടങ്ങി വന്നതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന വചനം. ആ വചനം എന്ത് സംഭവിക്കുന്ന അറിയാമോ? വീണ്ടും ഹല്ലേലൂയ ആ ഭൂമിയുടെ മനോഹാരിതയെ മടക്കി കൊണ്ടുവന്ന പോലെ നമ്മുടെ ജീവിതത്തിന് അത് വീണ്ടും
ദൈവത്തിലേക്കുള്ള, കർത്താവിലേക്കുള്ള ഹല്ലേലൂയ നമ്മുടെ ബന്ധം, കൂട്ടായ്മയെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ് വചനത്താൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? ഇവിടെ ഒരാളോട് വചനം പറയുമ്പോൾ, ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, നമ്മള് ആ വ്യക്തി പുതുതായിട്ട് യേശുവിനെ കണ്ടുമുട്ടുന്നു, പുതുതായിട്ട് യേശുവിനെ സ്വീകരിക്കുന്നു എന്നതിനപ്പുറമായി ആ വ്യക്തിയിൽ കൊടുക്കേണ്ട ഒരു അറിവ് ഇതാണ്: ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്, നിങ്ങളത് അറിഞ്ഞാൽ മതി. കാരണം ലോകത്തിന്റെ പാപത്തെ ചുമന്നു തീർക്കുവാനായിട്ടാണ് യേശു ക്രൂശിൽ വെച്ചത്. ആ യേശുവിന്റെ യാഗത്തിലൂടെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, വചനത്താൽ അറിവുണ്ടാകുമ്പോൾ, നഷ്ടപ്പെട്ട മഹത്വം വീണ്ടും മടങ്ങി വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ അവിടെ വെള്ളത്താൽ മുളവായ വെള്ളത്തിൽ നിന്നാണ് ആ ഒരു സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മൾ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മോശയുടെ കാലത്ത് വീണ്ടും ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരു ജനതയാക്കി മാറ്റിയവനായ ദൈവം നമുക്ക് മിസ്രൈമിലാണ് അങ്ങനെ ഒരു ജനതയായി രൂപപ്പെടുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നു. അതിന്റെ 7-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും ജനം ഏറ്റവും പെരുകി വർദ്ധിച്ചു എന്നാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിച്ചതായ അതിന്റെ 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: അവൻ ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ തനിക്ക് ചുറ്റും മണ്ഡപമാക്കിയവനായ ദൈവം. ആ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ജനം വീണുപോയി, ആദാമിന്റെ തലമുറ വീണുപോയി. നോഹയോട് ദൈവം സംസാരിക്കുന്നു, ഹാനോക്കിന്റെ കൂടെ ദൈവം നടക്കുന്നു. എന്നാൽ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, അതിന്റെ വലിയ ജാതിയാണ്. അങ്ങനെ വലിയ ജനതയായി തീർന്ന അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പിന്നത്തെ കാണുന്നത് എങ്ങനെയാണ്? അബ്രഹാം വലിയ ജനതയായിട്ട് മാറി. ആ വലിയ ജനതയായി മാറിയവനായ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് പിന്നത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വാർദ്ധക്യത്തിൽ കർത്താവ് ഒരു മകനെ നൽകി, അവനോട് ഉടമ്പടി ചെയ്തു, നിന്റെ സന്തതിയോട് ഉടമ്പടി ചെയ്യും, നിനക്കും നിന്റെ മക്കൾക്കും ശാശ്വത അവകാശമായിട്ട് ദേശത്തെ തരുമെന്ന് കർത്താവ്. ഇസഹാക്ക്, യാക്കോബിലൂടെ വലിയൊരു ജനതയാക്കി അവരെ മാറ്റി. വലിയ ജനതയായി മാറിയവരായ ദൈവജനം അവരുടെ ജീവിതത്തെ പിന്നത്തിൽ കാണുന്നത് അവർ അടിമത്വത്തിലേക്ക് വിടപ്പെടുകയും 430 വർഷം മിസ്രൈമിൽ അവരറിയാത്ത ജനത്തെ അവർ സേവിച്ചു. അടിമത്വത്തിന്റെ ശരിക്കുള്ള വേദന അനുഭവിച്ച ജനമായിരുന്നു. പട്ടണങ്ങളെ പണിയിച്ചെടുക്കുവാനായിട്ട് അവർ ഉപയോഗിച്ചു. അതിഥികളായി വന്നവരാണ് അടിമകളായി മാറി. കാരണം യോസഫിലൂടെയാണ് അവര് രംഗപ്രവേശനം ചെയ്തത്. മിസ്രൈമിൽ അവരെത്തുമ്പോൾ വളരെ ആർഭാടമായ ഒരു സ്വാഗതം അവർക്ക് ലഭിച്ചത്. പക്ഷെ പിന്നത്തെ യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വരികയും അവരോട് കഠിനമായി പെരുമാറുകയും ആ ഒരു നിലയിലേക്ക് ജനം മാറി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടെ അവർ കടന്നുപോകും നമുക്ക് കാണാം. അങ്ങനെ ആ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ആ ജനത്തെ കുറിച്ച് നമ്മൾ പിന്നത്തിൽ കാണുന്നത് എങ്ങനെയാണ്? അവരെ വിടുവിക്കാനായിട്ട് ദൈവം മോശയെ തന്റെ സമയത്ത് അയച്ചു. ആ മോശയെ അയച്ചപ്പോ അവിടെ കർത്താവ് 10 ബാധകളിലൂടെയാണ് ജനത്തെ വിടുവിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യത്തെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ 7-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നു, വെള്ളത്തില് അവിടെ ഫറവോൻ ദൈവജനത്തിന് വിരോധമായി കഠിനമായി മോശ അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടെ മോശ അവിടെ വീണ്ടും വന്നതോടുകൂടെ ഫറവോന് ജനത്തോടുള്ള ദേഷ്യം വർദ്ധിക്കുകയും അവരുടെ അധ്വാനത്തെ കൂട്ടി. ആ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ രാവിലെ ഫറവോന്റെ അടുക്കൽ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, മോശയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ ഫറവോന്റെയും അവന്റെ വൃത്തന്മാരുടെ മുമ്പാകെ വടിയോങ്ങി നദിയിലുള്ള വെള്ളത്തെ അടിച്ചു. നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തോന്നി. അപ്പൊ അവിടെ ഒരു വെള്ളത്തെ രക്തമാക്കി പറ്റും. അവിടെ ഒരു 2 കാര്യമാണ്. വെള്ളത്തിൽ ജീവൻ ഉണ്ടെന്ന് പറയുന്നതല്ല, ജീവനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. പക്ഷെ രക്തത്തിൽ ജീവൻ. അപ്പൊ അവിടെ ദൈവം ഒരു കാര്യം പറയുകയാണ്, ജീവൻ ഇല്ലാത്തവയിൽ ജീവൻ പുറപ്പെടുവിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോവുക കർത്താവ്. അവിടെ
ആരംഭത്തിൽ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഒരു സന്ദേശമാണത്. ജീവനില്ലാത്തവരുടെ മേൽ ജീവനെ പകരാമോ. ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആ വെള്ളത്തിന് നമുക്കറിയാലോ, ഗുണമില്ല, രുചിയില്ല, മണമില്ല. പക്ഷെ രക്തത്തിന് അങ്ങനെ. അപ്പൊ അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ ദൈവം പറയുകയാണ്, ഒരു ഗുണമില്ലാത്ത ചിലതിനെ പ്രയോജനമുള്ളതാക്കി ഞാൻ മാറ്റാൻ പോകും. അതായത് ഇത്രയും നാളും ഒന്നുമല്ലാതിരുന്നതിനെ ഞാൻ ചിലതൊക്കെ ആക്കി മാറ്റാൻ പോകും. ഇവിടെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്പർശനം ഏറ്റു കഴിഞ്ഞാൽ എന്തിന്റെയും അവസ്ഥ കർത്താൻ മാറ്റും. അതായത് ഒരു പക്ഷേ ജീവിതത്തിൽ എവിടെയും എങ്ങും എത്താതെ കിടക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടായ അവസ്ഥകൾ മാറിയിരിക്കും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്. അത് നിശ്ചയമായും സംഭവിച്ചിരിക്കും. ദാറ്റ് ഈസ് ഗോഡ്സ് വേൾഡ്, ഗോഡ്സ് പ്ലാൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്, ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചു, വെള്ളത്തെ രക്തമാക്കി മാറ്റി. എന്നാൽ പിന്നത്തതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ച് വീടുകൾക്ക് അടയാളമാക്കി മാറ്റി. തുടങ്ങുന്നത് രക്തത്തിലാണ്, വെള്ളത്തെ രക്തമാക്കി മാറ്റിക്കൊള്ളു. എന്നാൽ അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് രക്തത്തിലാണ്. അതായത് നമുക്ക് കാണാൻ കഴിയും, രക്തത്തെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ചു. അവര് ആ വീടിനകത്ത് കയറി ആ മാംസം ഭക്ഷിച്ചു. രാത്രിയിൽ സംഹാരദൂതൻ ഇറങ്ങി എല്ലാവരെയും, അവിടെ ഉള്ള എല്ലാവരുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചു കളഞ്ഞു. വലിയൊരു സംഹാരം ഉണ്ടായി. പിന്നീട് തുടർന്നൊരു പുറപ്പാടുണ്ടാകാം. അങ്ങനെ പുറപ്പെട്ടതായ ദൈവജനത്തെ വെള്ളത്തെ രക്തമാക്കി മാറ്റിക്കൊണ്ട് മോശ തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചു. രക്തം അടയാളമാക്കി നിന്നുകൊണ്ട് ശുശ്രൂഷയുടെ പൂർത്തീകരണം, വിടുതലിന്റെ പ്രക്രിയ കർത്താവ് ചെയ്തു. എന്നാൽ അങ്ങനെ സംഭവിച്ചു. അവര് ചെങ്കടലിന് മുമ്പിൽ എത്തിയപ്പോ പിന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിസന്ധി. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് ചെങ്കടലിനെ വിഭാഗിക്കുക. മോശ കൽപ്പിച്ചു. ചെങ്കടൽ രണ്ടായി മാറി നിന്നു. ജനം അക്കരെ കടന്നു. അങ്ങനെ ജനം അക്കരെ കടന്നവരായ ജനത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയാണ്. അപ്പൊ അവിടെ മോശ വെള്ളത്തെ രക്തമാക്കിക്കൊണ്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കണം. എന്നാൽ ഇവിടെ ശുശ്രൂഷ അവസാനിക്കുന്നത് രക്തം തളിച്ചുകൊണ്ട് ജനം ഒരുമിച്ച് ഒരു പുറപ്പാട് അവിടെ സംഭവിക്കുക. എന്നാൽ പിന്നത്തതിൽ വെള്ളത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് വെള്ളവും കാറ്റും അവിടെ വീണ്ടും ഒരു പുറപ്പാട്, വീണ്ടും ഒരു വിടുതൽ ഉണ്ടാകുക. അപ്പൊ അവിടെ മുതൽ സംഭവിച്ച ഒരു കാര്യമാണ്, അവര് രക്തത്താൽ ഒരു പെസക ചോരത്തളിപ്പ് ആചരിച്ചു എന്ന വചനത്തിൽ കാണും. പിന്നത്തതിൽ അവർ പെസകയിലേക്ക് വരുമ്പോൾ അവർ യാഗം അർപ്പിക്കുന്നു. യാഗം റിയൽ ആണ്, രക്തം റിയൽ ആയിട്ടുള്ള യാഗത്തെ കാണിക്കുന്നു. എന്നാൽ അതിന് പ്രതീകമായിട്ട് അവർ വീഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പവും വീഞ്ഞ് അവരുടെ പെസക സെലിബ്രേഷനുകൾ. അപ്പം രക്തം റിയൽ ആയിട്ടുള്ള കാര്യത്തെ കാണിക്കുമ്പോൾ വീഞ്ഞ് അതിന്റെ അടയാളമായിട്ട് അവർ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അപ്പൊ അവിടെ വെള്ളവും രക്തവും. എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. മോശ വെള്ളത്തെ രക്തമാക്കി മാറ്റിയപ്പോ ഇവിടെ യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവത്തെ വിവരിക്കുന്നിടത്ത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ അവിടെ നമുക്ക് ദൈവത്തിന്റെ മറ്റൊരു പ്രവൃത്തിയെ നമ്മൾ കാണും. അവിടെ സംഭവിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. അവിടെ മറിയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാനിവിടെ വന്നത് പിതാവിന്റെ നാഴികയിൽ ചിലത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ മറിയോട് കർത്താവ് പറഞ്ഞ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, പിതാവേ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ സമയത്ത് ചിലത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ മറിയോട് യേശു പറഞ്ഞ എന്റെ നാഴിക വന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം അത് നമ്മൾ അവിടെ 2 നമുക്കത് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ
4-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ 17-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: പിതാവെ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം. അപ്പൊ അവിടെ യേശുക്രിസ്തു പറയുന്നത് നാഴിക വന്നിരിക്കുന്നു, സമയമായി. അപ്പൊ നാഴിക വന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ചെയ്തൊരു കാര്യം അവിടെ അതിന്റെ 13-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം, അവിടെ 4 മുതലുള്ള വാക്യം: അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ പെസഹ ദിവസം കർത്താവ് വെള്ളം കൊണ്ട് കാൽ കഴുകുക, വെള്ളത്തെ വീഞ്ഞാക്കിയ ശുശ്രൂഷ ആരംഭിച്ചത് കർത്താവ്. എന്നാൽ ഇവിടെ പെസഹ ദിവസം കർത്താവ് വെള്ളം കൊണ്ട് കാൽ കഴുകി. 1. 2, അവൻ പാനപാത്രം എടുത്തു, വീഞ്ഞ് ഇറച്ചു വെച്ചിരുന്ന പാനപാത്രം എടുത്തിട്ട് കർത്താവ് പറഞ്ഞ കാര്യം: ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഇപ്പൊ വെള്ളവും രക്തവും, വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത് കാനാവിൽ ശുശ്രൂഷ ആരംഭിച്ച കർത്താവ് അവിടെ മറിയോട് പറഞ്ഞ എന്റെ നാഴിക വന്നിട്ടില്ല. എന്നാൽ തന്റെ നാഴിക വന്നു എന്ന് തിരിച്ചറിഞ്ഞവനായ കർത്താവ് ചെയ്ത കാര്യം വെള്ളം കൊണ്ട് കാൽ കഴുകി വീഞ്ഞുകൊണ്ട് അവരുടെ അകത്തൊരു ഉറപ്പ് കൊടുത്തു: നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. ശാരീരികമായുള്ള കഴുകലും അകമയുള്ള കഴുകലും രണ്ടോടെ നടക്കും. വെള്ളവും വീഞ്ഞും. ആരംഭിച്ച ശുശ്രൂഷ ഇങ്ങനെയാണ്, വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട്. ശുശ്രൂഷ തന്റെ ശിഷ്യന്മാരുടെ കൂടെയുള്ള ശുശ്രൂഷയുടെ ആ അവസാന പകുതിയിൽ കർത്താവ് ചെയ്തെന്ന് വെള്ളവും വീഞ്ഞും. അവിടെ അകമയുള്ള ശുദ്ധീകരണവും പുറമെയുള്ള ശുദ്ധീകരണം ഒരുപോലെ അവിടെ നടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവവചനത്തിൽ ഉടനീളം നിങ്ങൾക്ക് വായിച്ചാൽ വചനത്തിൽ കണക്ഷൻ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദിസ് അന്യോന്യം കണക്റ്റഡ് ആണ് ദൈവവചനത്തിലുള്ളത്. അപ്പോൾ അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തവനായ കർത്താവ് ഇവിടെ വെള്ളം കൊണ്ട് കാല് കഴുകി വീഞ്ഞുകൊണ്ട് അവരുടെ അകത്തെ കഴുകൽ വരുത്തി. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അതാണ് കർത്താവോട് പറയുന്നത്. എന്നാൽ അതിനുശേഷം യൂദാസ് അവിടുന്ന് അപ്പക്കണ്ണം വാങ്ങിയ ഉടനെ യൂദാസ് അവിടുന്ന് ഇറങ്ങി. എന്നാൽ പ്രിയപ്പെട്ട ഒരു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന രൂപാന്തരത്തിന്റെ ശുശ്രൂഷ. ചന്ദ്രരോഗം പിടിപെട്ടവനെ കൊണ്ടു സ്വസ്ഥമായിട്ട് കൊണ്ടുപോയി. ഗദസരദേശത്ത് ഭൂതഗ്രസ്തൻ, അവനെ സ്വസ്ഥനായി കണ്ടു. മരിച്ച ആളെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും വെള്ളം വീഞ്ഞാക്കുക, വെള്ളം രക്തമാക്കുക, അതായത് ആമേൻ ഹല്ലേലൂയ, ഗുണവും മണവും നിറവും ഇല്ലാത്തതിന്റെ അവസ്ഥകൾ മാറ്റുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാ: തന്റെ ജീവിതത്തിൽ, തന്റെ ശുശ്രൂഷയിൽ ആകമാനം അവന്റെ അടുക്കൽ വരുന്നവരെ മുഴുവൻ ജീവിത രൂപാന്തരം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതം ഏത് സാഹചര്യമായിക്കോട്ടെ, നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ ഒരു പദ്ധതി. അവന്റെ സ്പർശനത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അകത്തും പുറത്തും നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. അതാണ് കർത്താവ് പറഞ്ഞത്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അത് ഈ 15-ാം അധ്യായത്തിന് തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാമത് അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. അപ്പോ അവിടെ വിശുദ്ധി ഉണ്ടായത് വിശ്വാസത്താലാണ്, ദൈവവചനത്താലാണ്. വെള്ളം ജീവന് ഉന്മേഷം പകരുമ്പോൾ രക്തം ജീവനെ ചുമക്കുന്നതാണ്. സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 8-ാം വാക്യം, ആത്മാവ്, വെള്ളം, രക്തം, സാക്ഷ്യം പറയുന്ന 3 പേര്. അപ്പൊ അവിടെ നമ്മൾ വളരെ പ്രധാനത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മളെവിടെ തകർന്നു കിടക്കുന്നെങ്കിലും അവിടെ പണിയാൻ ശക്തിയുണ്ട് ദൈവവചനം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും നിരാശയോടെ നിൽക്കുകയാണോ? നിരാശ വേണ്ട. യേശുവിന്റെ സ്പർശനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും. യേശുക്രിസ്തുവിനാൽ നിങ്ങൾ തൊടപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത നിങ്ങളുടെ ജീവിതത്തെ
ആകമാനമായിട്ട് മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും, ഏതവസ്ഥയിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിന്റെ പ്രവൃത്തി അടിമത്വത്തിൽ കിടന്ന ജനത്തെ വിടുവിക്കാനായിട്ട് വലിയ പുറപ്പാട്, ആമേൻ, ദൈവം സാധ്യമാക്കിയെങ്കിൽ, ഒരു സാഹചര്യവും ഇല്ലാതിരിക്കെ ദൈവം അവിടെ അത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യുവാനായിട്ട് കർത്താവിന് കഴിയും. സാക്ഷ്യം പറയുന്ന ഒരു മൂവറുണ്ട്, വെള്ളം, രക്തം, ആത്മാവ്. അതെ, നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ആമേൻ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം പറയുന്നു, ആത്മാവ് സത്യമാകും. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആത്മാവ് സത്യമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഫ്രീഡം ഉണ്ട്, ആത്മാവിന്റെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവിന്റെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 Corinthians 3:17. ആ ഫ്രീഡം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാക്ഷ്യം പറയുന്ന, ആമേൻ, കർത്താവിന്റെ ശക്തി. അതെ, നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ സ്വതന്ത്രരാണ്. ഒന്ന് തിരിച്ചറിഞ്ഞ്, ആമേൻ, നിങ്ങളുടെ മേൽ ശാപവും രോഗവും ദാരിദ്ര്യവും പിടിക്കപ്പെട്ട് തകർന്ന് വീഴുവാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും വലുതാണ്. സംശയം വേണ്ട, ധൈര്യത്തോട് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിനകത്ത് പല മേഖലകളിലും നിശബ്ദതയും ശൂന്യതയും ഇരുട്ടും അനുഭവിക്കുന്നവർ, തകർന്നു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെ തളർന്നിരിക്കുന്നവർക്ക്, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ പ്രത്യാശയും അങ്ങയുടെ ധൈര്യവും അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളുടെ മേൽ പകർന്ന് അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവസ്ഥകൾ മാറട്ടെ, ഹൃദയത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ, അകത്ത് വലിയ സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ, പ്രത്യാശയില്ലാതെ, ആമേൻ, ഹല്ലേലൂയ, നിരാശയോടെ തളർന്നിരിക്കുന്നവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഭാവിയെക്കുറിച്ച് ഭയത്തോടെ, ആമേൻ, ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബോധ്യം ഉണ്ടാകട്ടെ. ഇല്ല, ലോകം പറഞ്ഞതല്ല, ശാപത്തിന്റെ വാക്കുകളല്ല, നാട്ടുകാർ പറഞ്ഞതല്ല, അവരും ഇവരും പറഞ്ഞതല്ല, ദേഷ്യം കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതല്ല, കർത്താവിന്റെ വചനം അവരെ കുറിച്ച് എന്തു പറഞ്ഞു അതേ സംഭവിക്കത്തുള്ളൂ. അവരുടെ അകത്ത് ബോധ്യം ഉണ്ടാകട്ടെ. എല്ലാ തിന്മകളുടെ ചിന്തകളും മാറിപ്പോകട്ടെ. അവരെ നിരാശപ്പെടുത്തി, അവരെ തളർത്തിക്കളഞ്ഞ എല്ലാ ചിന്തകളും മാറിപ്പോട്ടെ. അവരുടെ ഉള്ളിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനം കൊണ്ട് നിറയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിലുള്ള വലിയ സ്വസ്ഥതയോടെ അവരെ നിറയ്ക്കുന്നതിനായിട്ട്, ഇപ്പോൾ തന്നെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അടിപ്പിണരുകളാൽ വന്ന സൗഖ്യം ആ ശരീരത്തിന് മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം മഹത്വം അർഹപ്പെട്ട യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. ആകയാൽ വിശ്വസിക്കുക. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുക. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ആ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കും. അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.